ഈ വർഷവും നമുക്ക് വളരെ നല്ല അനുകൂല ഫലങ്ങളൊക്കെ തന്നെയാവും ഉണ്ടാവുക. പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ, അതുപോലെ തന്നെ പൊതുജന മധ്യങ്ങളിൽ നമുക്ക് സ്ഥാനമാനങ്ങൾ ഒക്കെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു വർഷമാണ്. വൻ വിജയം നേടുന്നതിനും സാമ്പത്തികമായ പുരോഗതിയും അഭിവൃദ്ധിയും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളും ഒക്കെ നേടിയെടുക്കുവാനും സാധിക്കും. വരും വർഷത്തേക്ക് വേണ്ടുന്ന ഒരു അസറ്റ് കൂടി ഈ വർഷം അവർക്ക് സമ്പാദിച്ച് വെക്കാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. നമുക്കേ വിഷു ഒക്കെ ഇങ്ങ് എത്തിയില്ലേ, അപ്പോൾ വിഷുഫലം എന്താണ്, ഗുണമാണോ ദോഷമാണോ ഈ വർഷം ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് എടവക്കൂറിന് എങ്ങനെയാണ്, അതായത് നമ്മുടെ കാർത്തിക മുക്കാല്, രോഹിണി, മകരം അര വരുന്ന ഈ കൂറുകാർക്ക് നല്ലതാണോ ചീത്തയാണോ, എങ്ങനെയാണ് രക്ഷപ്പെടുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഈ വർഷം കഴിഞ്ഞ വർഷം നമുക്ക് നല്ലതായിരുന്നു എന്ന് പറയുന്നതിൽ കൂടുതൽ ആൾക്കാർ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാത്രം തെറ്റാണ് കേട്ടോ. കാരണം ഈ വർഷവും നമുക്ക് വളരെ നല്ല അനുകൂല ഫലങ്ങളൊക്കെ തന്നെയാവും ഉണ്ടാവുക. പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ, അതുപോലെ തന്നെ പൊതുജന മധ്യങ്ങളിൽ നമുക്ക് സ്ഥാനമാനങ്ങൾ ഒക്കെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു വർഷമാണ്. ആരെയും നമുക്ക് ഏതൊരു കാര്യത്തിനും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ, ഇപ്പോൾ ഒരു ജോലി ആയിക്കോട്ടെ, പഠനമായിക്കോട്ടെ, ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. ഇപ്പോൾ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ സഹോദരങ്ങളാണെങ്കിലും, അപ്പോൾ അവരൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിന് മുന്നിൽ നമ്മളും കൂടി ഇറങ്ങിയാൽ ആ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് വിജയിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ വിജയിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഏറെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ വർഷം അതിനുവേണ്ടി ഊർജിതമായിട്ടൊന്ന് ഇറങ്ങിയാൽ നമ്മൾക്കതിൽ വിജയം കാണുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും യാതനകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചു. ഇനി അനുഭവിക്കാനൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും കൂടുതലും ഈ ഇടവക്കൂറുകാർ. ആരോടും പരാതിയൊന്നുമില്ലാതെ, ആരോടും പരിഭവങ്ങളില്ലാതെ, അല്ലെങ്കിൽ ആരോടും പ്രത്യേകിച്ച് ഒരു ഇതിനും പോവാതെ കണ്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ. അത് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം നമുക്ക് വളരെ സുഖമായിരിക്കും കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ഏതൊരു കാര്യവും ഒരു ഈശ്വര സ്മരണയോടുകൂടി, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ആരുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമുക്കൊരു സങ്കല്പം കൊടുത്ത് പ്രാർത്ഥിച്ച് ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അതിനെല്ലാം വൻ വിജയം നേടുന്നതിനും സാമ്പത്തികമായ പുരോഗതിയും അഭിവൃദ്ധിയും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളും ഒക്കെ നേടിയെടുക്കുവാനും സാധിക്കും. ഒരു പരിധിവരെയും സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം അല്ലേ. സാമ്പത്തികമുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഈ വർഷം നമ്മുടെ കഠിന അധ്വാനം കൊണ്ട്, കഠിന പ്രയത്നം കൊണ്ട്, കഠിന ശ്രമം കൊണ്ട്, ജോലിയുടെ കൃത്യമായ നീക്കങ്ങളും കൃത്യമായ ഐഡിയയും വെച്ചുള്ള പ്രവർത്തനം കൊണ്ട് വളരെ നല്ല മേന്മയുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ബിസിനസ്സുകാർക്കൊക്കെ വൻ പുരോഗതിയുള്ള വർഷമാണ് കേട്ടോ. ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കുക, ഇങ്ങനെയുള്ളതായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഈ ഒരു വർഷം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിലൊക്കെ ഒരൈക്യമുണ്ടാക്കുക, പങ്കാളികൾ തമ്മിലൊരു ഐക്യം ഉണ്ടാവുക, അതുപോലെ സന്താനങ്ങൾക്കൊക്കെ ശ്രേയസ് ഉണ്ടാവുക, സന്താനങ്ങളുടെ വിജയം, അല്ലെങ്കിൽ ജോലിയിലുള്ള പുരോഗതി, ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണിത്. ആരെയും നമ്മൾ വെല്ലുവിളിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആരോടും നമ്മൾ പോരിനിറങ്ങാതിരിക്കുക. കാരണം അതിനു വേണ്ടിയൊന്നും നമ്മൾ ഈ വർഷം സമയം കളയാൻ നിൽക്കണ്ട. അത്രയും സമയം കൂടി നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ മുന്നോട്ട് ഒന്നും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പരിശ്രമിച്ചാൽ വളരെ നല്ല വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത്, വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ജലത്തിൻ്റെ ലഭ്യത, അതായത് ഒരു കിണർ അല്ലെ കുഴൽക്കിണർ ഒക്കെ വേണം, അല്ലെങ്കിൽ വെള്ളത്തിനൊരു ഇത് വേണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ ജലലഭ്യതയ്ക്കുള്ള മാർഗങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കിണർ കുത്താനോ അല്ലെങ്കിൽ നമുക്കൊരു
കുഴൽക്കിണറടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈപ്പ് വെള്ളമാണെങ്കിൽ പോലും അത് കിട്ടാത്തവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അതിനുവേണ്ടി ഒന്ന് ഇറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പൊതുജന മധ്യത്തിൽ അംഗീകാരം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക, ഇതും നമുക്ക് ഈ വർഷം വിഷുഫലം കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആസൂത്രണ മികവ് കൊണ്ട് പുരോഗതിയും കലാകായിക മേഖലകളിൽ വിജയവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും തലപ്പത്ത് നിൽക്കുന്ന ഇടവക്കൂറുകാർ അതിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും വരും വർഷത്തേക്ക് വേണ്ടുന്ന ഒരു അസറ്റ് കൂടി ഈ വർഷം അവർക്ക് സമ്പാദിച്ച് വയ്ക്കാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ, ആരോടും വിഷമിപ്പിക്കാതെയൊക്കെ മുന്നോട്ട് ഈശ്വര പ്രാർത്ഥനയായിട്ട് നമ്മൾ ഇറങ്ങുക. അപ്പോൾ നമുക്ക് നല്ല വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ രോഗാവസ്ഥകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മനപ്രയാസങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു രോഗാവസ്ഥ വന്നാൽ പോലും അത് വെച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗം ഒരു വിദഗ്ധനെ കാണിച്ച് അതിന് വേണ്ടുന്ന ഔഷധങ്ങൾ സേവിക്കുന്നത് നമ്മുടെ ടൈം നമുക്ക് കളയാതെ പെട്ടെന്ന് നമ്മുടെ ഒരു അസുഖമാണെങ്കിൽ ഇപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് ദിവസം കളയാതെ നമുക്ക് പെട്ടെന്ന് അത് മാറ്റി നമുക്ക് അടുത്ത കാര്യങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കും. നമ്മൾ മടി പിടിച്ചിരുന്നിട്ട് ഇന്ന് വേണ്ട പറ്റത്തില്ല നാളെ ആവട്ടെ എന്നൊക്കെ പിടിച്ച് മടി പിടിച്ചിരുന്ന് ഇത് കൂടിയിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന ഔഷധങ്ങൾ കഴിച്ചതും കളഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും സമാധാനമായിട്ട് നമുക്കിരിക്കാം എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഈ വർഷം ഈ ഇടവക്കൂറുകാർക്ക് ഏറ്റവും ബെറ്റർ കേട്ടോ. വളരെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കി വിജയിപ്പിക്കാനൊക്കെ യോഗമുള്ള വർഷമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നല്ലതാണ്, പുരോഗതിയാണെന്നൊക്കെ പറയുമ്പോഴും അതിനൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവർ പതിവില്ലാതെ ഒരു ഉഴപ്പൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഉഴപ്പാതെ കണ്ട് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മറ്റെങ്ങ് മാറിപ്പോവാതിരിക്കാനൊക്കെ നമ്മളൊരു കൂടുതൽ ഒരു കണ്ണ് ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന വർഷമാണ്. വാഹനം അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ വിദേശ യോഗങ്ങൾ ഇതിനൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈസിയാണ്, നമ്മളതിന് വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് കുറച്ചൊരു കാലതാമസങ്ങളും തടസ്സങ്ങളും ഒക്കെ വന്നാൽ പോലും അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാവും. കാര്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് എന്താണ് കാര്യമെന്ന് പോലും അറിയാൻ വയ്യാത്ത ചില പിരിമുറുക്കങ്ങൾ, ചില ടെൻഷനുകൾ, ചില വിഷമങ്ങളൊക്കെ നമുക്ക് കൂടെ ഉണ്ടാവും. പങ്കാളികൾ തമ്മിലൊന്നും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറുതായിട്ട് അഗ്നിഭയമൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മതയൊക്കെയാണ് അതിനാവശ്യമുള്ളൂ. അല്ലാതെ അതിന് നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള യോഗ, മെഡിറ്റേഷനൊക്കെ ചെയ്യണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ കയറുക, ആ ടെൻഷൻ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത പതറിപ്പോവുക, നമ്മുടെ ചിന്തയുടെ മൈൻഡ് മാറിപ്പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാതിരിക്കാൻ കൃത്യമായൊരു എക്സസൈസ്, കൃത്യമായൊരു മെഡിറ്റേഷൻ, ഒരു യോഗ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കൃത്യമായി ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിന് പിശുക്ക് കാണിക്കരുത് കേട്ടോ. കാരണം ഈ നക്ഷത്രക്കാർ ചിലപ്പം വെള്ളം കുടിക്കുന്നതിനൊക്കെ പിന്നെ എന്നുള്ളൊരിതിൽ ചിലപ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടി സ്വഭാവത്തിലൊക്കെ കുറവുള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറവുകളൊന്നും നമ്മൾ വരുത്താതെ കൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കഴിക്കുവാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് വല്ലാതെ ടയേർഡായി, നമ്മളാകെ മൊത്തം ഡൗണായി, ഇനി നമുക്ക് മുന്നോട്ടേക്കൊരു പ്രയാണം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് കുറച്ച് കല്ലുപ്പെടുത്ത് നമ്മൾ കിടക്കുന്ന റൂമൊക്കെ ഒന്ന് ഇച്ചിരി വെള്ളത്തിലിട്ട് ആ കല്ലുപ്പിട്ടൊന്ന് തുടച്ച് നമ്മളും ഒന്ന് ആ ഇച്ചിരി കല്ലുപ്പൊക്കെ ഇട്ടൊന്ന് കുളിച്ച് ഒന്ന് നല്ല രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ആചരണത്തിനനുസരിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഓക്കെ ആയാൽ നമ്മൾ പെട്ടെന്ന് ഓക്കെ ആയിക്കോളൂ കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു എനർജി ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അത് വീണ്ടും പൂർവാധികം, അതായത് നമുക്ക് പഴയതിലും ശക്തമായിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ലേശം പോലും ടെൻഷൻ ആവേണ്ടതില്ല. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ
നമുക്ക് കദളിപ്പഴം നേദിക്കുക, അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതൊക്കെ ഉത്തമമായിരിക്കും. ദോഷ സമയങ്ങളുടെ ആധിക്യം കൂടി എന്ന് തോന്നുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക വിജയങ്ങൾ, ഒരുപാട് സാമ്പത്തികം പല വഴിക്കും നമ്മുടെ കൈവശം വന്നു ചേരാനും അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ അത് വിനിയോഗിക്കാനും, കാരണം കയ്യിൽ പൈസ വന്നു എന്നതുകൊണ്ട് കാര്യമില്ല, ആ പൈസ നമ്മൾ എങ്ങനെ വിനിയോഗിച്ചു, എങ്ങനെ ചിലവാക്കി എന്നതിനനുസരിച്ചായിരിക്കുമല്ലോ നമ്മുടെ റിസൾട്ട് വരിക. അപ്പം നമ്മൾ നല്ല രീതിയിൽ ആ പൈസ വിനിയോഗിക്കുന്നതിനും അതുവഴി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വിവാഹമൊക്കെ താമസിച്ചിരിക്കുന്നവർക്ക് വിവാഹത്തിന് ശ്രമിച്ചാൽ നടക്കും. വളരെ ശ്രദ്ധയോടെ അന്വേഷിച്ച് വേണം നമ്മളതിലേക്ക് ഇറങ്ങാൻ എന്ന് മാത്രമേ ഉള്ളൂ. സന്താനയോഗമുള്ള വർഷമാണ്. ജോലി അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ എന്ത് തന്നെയായാലും അതെല്ലാം കരസ്ഥമാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാലോചിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ നേടിയെടുക്കണം എന്ന് ചിന്തിച്ച് അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഒരു സമയത്തായിരിക്കും നമുക്ക് അതിലും വലിയൊരു ആവശ്യം വരിക. അപ്പം നമ്മൾ വിചാരിക്കും അതിലും ആവശ്യം എനിക്ക് അതാണല്ലോ, അപ്പം ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ അതിലേക്ക് മാറിപ്പോവാറുണ്ട് ചിലർ. അപ്പം അങ്ങനെയുള്ള ഇത് പോവാതെ നമ്മുടെ ലക്ഷ്യം എന്താണോ അതിൽ തന്നെ മുന്നോട്ട് ഉറച്ചു നിന്ന് പോയാൽ, അതായത് മനസ്സ് പതറിപ്പോവാതെ നമ്മൾ ഉറച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിജയം, നല്ല നേട്ടങ്ങൾ, നല്ല പുരോഗതികൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ സഹോദരങ്ങൾ അല്ലെ സഹോദരിമാരുടെയൊക്കെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവർക്കും ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുന്നതും നമ്മുടെ മാർഗത്തിന് ചെറിയൊരു വിഘ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ കരുതലോടുകൂടി നമ്മൾ മുന്നോട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ, വളരെ ചിന്തിക്കുന്നതിനും അപ്പുറം നമുക്ക് പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നതിനും നല്ല വിജയങ്ങൾ നേടിയെടുക്കുന്നതിനും നമുക്ക് ഈ വിഷു വർഷത്തിൽ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാൽ അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നമുക്കൊരു ഭയമുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ അതിലും വലിയ പ്രശ്നങ്ങളെ അതിജീവിച്ചവരല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട്, വളരെ നിസ്സാരമായിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളുമായിട്ട് നമ്മളങ്ങ് മുന്നോട്ടിറങ്ങിയാൽ ഇതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ അങ്ങ് വിജയിച്ച് പോകാൻ പറ്റും കേട്ടോ. അപ്പോഴേ ഈ വിഷുവിന് എല്ലാവർക്കും വളരെ നല്ല ഫലങ്ങൾ കിട്ടട്ടെ എന്ന്, ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.